നമ്മൾ ഇന്നിവിടെ ഒരു തിയറാണ് ഡിസ്കസ് ചെയ്യുന്നത്. എയും ബിയും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് എ ആണ് പറയുന്നത്, അതിനുശേഷം ബി കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ മെയിൻ ആയിട്ട് ഡയഗണലൈസബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി. വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അവിടെയുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ആര് ടി എന്ന് പറയുന്നത്. Such that the characteristic polynomial of t split. Characteristic polynomial of t split ആണ്. t യുടെ characteristic polynomial എന്താണ്? Split ആണ്. Let lambda 1, lambda 2, etc. lambda k be distinct eigenvalues of t. First പറയുന്നത് a is diagonalizable if and only if multiplicity of lambda i is equal to dimension of ഈ ലാംഡ ഐ ഫോർ ഓൾ ഐ എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഈ തിയറം നമ്മള് ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു മെട്രിക്സോ അല്ലെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനോ ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് പറയുന്നത്? ഒരു വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എന്താവണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ആയിരിക്കണം. അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്തും കൂടി സംഭവിച്ചാൽ മതി, അതിന്റെ കൂടെ എന്തുകൂടെ സംഭവിച്ചാൽ മതി, ഓരോ ഈഗൻ വാല്യൂവിന്റെയും മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഈഗൻ സ്പേസിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയാൽ മതി. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ മതി. ഡയഗണലൈസബിൾ ആകാൻ വേണ്ടിയിട്ട് എന്താവണം? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ആവണം. അതേപോലെ അതിന്റെ കൂടെ എന്തും സംഭവിക്കണം, ഓരോ ഈഗൻ വാല്യൂവിന്റെയും ഈഗൻ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് എന്താവണം? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. ആ ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിക്ക് ഈക്വൽ ആണ്. എല്ലാത്തിന്റേതും ഈക്വൽ ആവണം. എല്ലാത്തിന്റേതും ഓരോ ഈഗൻ വാല്യൂ എടുക്കുമ്പോഴും അതിന്റെ ഈഗൻ സ്പേസിന്റെ ഡയമെൻഷന് ഈക്വൽ ആവണം. ആരെ? അതിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡയഗണലൈസബിൾ ആണോ എന്ന് എന്ത് ചെയ്യാറുണ്ട്? ചെക്ക് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ തിയറം പ്രോബ്ലത്തിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തിയറം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രൂഫ് നോക്കാം. ഈ തിയറത്തിന് ഒരു പാർട്ടും കൂടിയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടിയുണ്ട്. ഇത് നമ്മൾ ഇവിടെ സ്പേസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. കുറച്ച് വലിയൊരു എക്സ്പ്രഷൻ ആണ്. അത് നമ്മൾ ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ കൂടെ പ്രൂവ് ചെയ്യും. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുക എങ്ങനെയാണ്? ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇത് നമ്മളെ അസംപ്ഷൻ ആയിരിക്കും. ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ എന്താണ്? ആൾജിബ്രായിക് ഓരോ ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഈഗൻ സ്പേസിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണെന്ന് എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഒരു നമ്പർ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിക്ക് വേരിയബിൾ അസൈൻ ചെയ്യാണ്. ഫോർ ഈച്ച് ഐ എം ഐ ഡിനോട്ട്. എം ഐ എന്ന് പറയുന്നത് എന്താണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ്. എം ഐ ഡിനോട്ട് ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടി ഓഫ് ഈഗൻ വാല്യൂ ലാംഡ ഐ. ഓരോ ലാംഡയുടെയും ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ആണ് എം ഐ എന്ന് പറയുന്നത്. അപ്പൊ ലാംഡ 1ന്റെ എം 1 ആയിരിക്കും, ലാംഡ 2ന്റെ എം 2 ആയിരിക്കും. അതുപോലെ എന്താണ്? ലാംഡ കെയുടെ എന്തായിരിക്കും? എം കെ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നു. എന്താണ്? ലെറ്റ് ഡി ഐ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇ ലാംഡ ഐ ഫോർ ഓൾ ഐ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാണ്? ഓരോ ഈഗൻ സ്പേസിന്റെയും ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ഐ എന്ന് പറയുന്ന വേരിയബിളുമായിട്ട് അസൈൻ ചെയ്യുന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഡി ഐ ഈക്വൽ ടു എം ഐ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡി ഐ ഈക്വൽ ടു എം ഐ ഫോർ ഓൾ ഐ എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? assume that അല്ലെങ്കിൽ suppose that t is diagonalizable. t എന്താണ്? ഡയഗണലൈസബിൾ ആണെന്ന് നമ്മൾ assume ചെയ്തു. t is diagonalizable. ഇനി എന്ത് പ്രൂവ് ചെയ്യണം? we want to prove that the multiplicity of lambda I is equal to dimension of e lambda I for all I എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിന് ഒരു ഓർഡേർഡ് ബേസിസ് കാണാൻ പറ്റും. ഇതിനല്ല, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ഓപ്പറേറ്റർ എന്താണ്? വിന്ന് വിയിലേക്ക് ഡിഫൈൻ ചെയ്ത ലീനിയർ
ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വീക്ക് ഒരു ബേസിസ് കാണാൻ പറ്റും. ആ ബേസിസ് ആരായിരിക്കും? ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ എയ്ഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. ആ എയ്ഗൻ വെക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബേസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ബട്ട് ഈ ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഡേർഡ് ബേസിസ് നമുക്ക് കാണാൻ പറ്റും. ആ ഓർഡേർഡ് ബേസിസ് എന്തായിരിക്കും? ഒരുപാട് ബേസിസ് ഉണ്ടാവും. വീക്ക് ഒരുപാട് ബേസിസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ബേസിസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബേസിസ് ഉണ്ടാവും വെക്ടർ സ്പേസിന്. ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈഗൻ വെക്ടേഴ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബേസിസ് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് ബീറ്റ ബി ദി ബേസിസ് ഫോർ വി കൺസിസ്റ്റിംഗ് ഓഫ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് ടി. ഓക്കെ, അപ്പം ബി എന്താണ്? ഇസ് എ ബേസിസ് ഫോർ വി, consisting of eigenvectors of t. യുടെ eigenvectors ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബേസിസ് കാണാൻ പറ്റും. ആ ബേസിസ് ബീറ്റ ആയിട്ട് ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ബീറ്റ ആയിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഈഗൻ ബേസിസ് എന്ന് പറഞ്ഞാൽ ഈ ബേസിസിൽ ആരാ വരിക? ഈ ഓരോ ഈലാംഡയിലും. കാരണം ഇവിടെ ഇങ്ങനെയാണ് അതിന്റെ ഒരു ജോമെട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? വിന്ന് വിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഓരോ ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഇവിടെ എന്തുണ്ടാവും? അതിന്റെ ഒരു സബ് സ്പേസുകൾ ഉണ്ടാവും, ഈഗൻ സ്പേസ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യുന്നു? ഇതിന്റെ അകത്തുനിന്ന് ഓരോന്നിന്റെ അകത്തുനിന്നും എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിസ് ബീറ്റ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബീറ്റയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും. ശരി, വിയിലുള്ള തന്നെയാണ്, വിന്റെ ഉള്ളിലെ ഈഗൻ സ്പേസിലുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ എന്തെടുക്കുന്നു? അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ഫോർ ഈച്ച് ഐ ബീറ്റ ഐ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ബീറ്റ ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ ഇ ലാംഡ ഐ എന്ന് എടുക്കും. അതായത് ബീറ്റയിൽ ആരാ വരിക? ബീറ്റയില് ഇവിടെ എന്താണ്? ഇത് ഇ ലാംഡ 1 ആണെങ്കിൽ ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ആരാ? ഇ ലാംഡ 1ഉം ഈ ബേസിസുമായിട്ടുള്ള ഇന്റർസെക്ഷനിൽ വരുന്ന ആള്. അതായത് ആ ബേസിസിലേക്ക് ഇ ലാംഡ 1 എന്ന് പറയുന്ന ഈഗൻ സ്പേസിൽ നിന്ന് പോയ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബീറ്റ 1ലേക്ക് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ബീറ്റ 2 ആരാ ഉണ്ടാവുക? ബീറ്റയും ഇ ലാംഡ 2ഉം തമ്മിലുള്ള ഇന്റർസെക്ഷനിൽ വരുന്ന ആളാണ് എവിടെ ഉണ്ടാവുക? ബീറ്റ 2. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ബീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ബീറ്റ ഐയില് എന്ത് വരും? ബീറ്റ ഐയിൽ വരുന്ന നമ്പറിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നു? എൻ ഐ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബീറ്റ ഐ ആണ്. അപ്പൊ എന്ത് വരും? ബീറ്റ ഐയിൽ വരുന്ന വെക്ടേഴ്സിന്റെ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എൻ ഐ. ഇങ്ങനെ പറയാ, ലെറ്റ് എൻ ഐ ഡിനോട്ട് നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ബീറ്റ ഐ. ബീറ്റ ഐ എന്ന് പറഞ്ഞാൽ ബീറ്റ ഐയിൽ ആരാണ്ടാവുക? ഈഗൻ വെക്ടേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? എൻ ഐ എടുത്തു. ഇനി എന്താണ്? എൻ ഐ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഐ നമുക്ക് പറയാൻ പറ്റും. എൻ ഐ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഐ. കാരണം എന്താ? ഡി ഐ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ ആണ്. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസിസിൽ വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ ഈ ഈഗൻ സ്പേസിന്റെ ബേസിസിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ബേസിസിൽ. അതാരായിരിക്കും? ബേസിസ് ആവണമെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇനി ഈ ബീറ്റ ഐയും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം എന്താ? ബീറ്റ ഐയിലുള്ള ആളും അടുത്തയിലുള്ള ആളും എല്ലാം ചേർന്നിട്ട് ബീറ്റ എന്താവുന്നുണ്ട്? ബേസിസ് ആവുന്നുണ്ട്. ആരുടേത്? വിയുടെ ബേസിസ് ആവുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ബീറ്റ ഐന്ന് ബീറ്റയിലേക്ക് പോകുന്ന ആൾക്കാർ, അതായത് ബീറ്റയിലേക്ക് ഇതിന്റെ അകത്തുനിന്ന് പോയ ആൾക്കാരൊക്കെ എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ നമ്പർ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാലും എത്രയും വരും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഇതിന്റെ അകത്ത് എത്രയും ഉണ്ടാവും? ബേസിസിൽ എത്രയാണോ, ഇതിന്റെ ബേസിസിൽ എത്രയാണോ ഉള്ളത് അത്രയാണ് ഉണ്ടാവുക. ഇതിന്റെ ബേസിസിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് എലമെന്റ്സ് ഉണ്ടാവുക? D1 ആണ് ഉണ്ടാവുക. അടുത്തതിൽ ആരാ ഉണ്ടാവുക? ഇ ലാംഡ 2ൽ എത്രയാണ് ഉണ്ടാവുക? ഇ ലാംഡ 2ന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ സെറ്റിന്റെ മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? D2 എന്നാണ് വരിക. അങ്ങനെ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ എന്താണ്? ഡി ഐ എന്ന് പറഞ്ഞാൽ ഇ ലാംഡ ഐയിലെ ബേസിസിലെ എലമെന്റ് നമ്പർ ആണ് എന്ത്? ഡി ഐ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓരോ ഇ ലാംഡ ഐന്നും ബീറ്റയിലേക്ക് പോയ ആൾക്കാരൊക്കെ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ ഒരിക്കലും എന്താവില്ല? ഡി ഐയിലും കൂടുതൽ പോകില്ല. അതാണ് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞത്. അപ്പൊ എൻ ഐ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഡി ഐയേക്കാൾ കുറവാണ്. ഓക്കെ, ഇനി
ഈ എൻ ഐകൾ എവിടെയുള്ളതാ ബി ഐയിലുള്ള ആൾക്കാരാണ്. ഈ ഓരോ എൻ ഐകളെയും അപ്പൊ ഇതിന്റെ അകത്ത് വന്ന വെക്ടർ അതുപോലെ ഇതിന്റെ അകത്ത് എടുത്തത് n1, ഇതിന്റെ അകത്ത് എടുത്തത് എന്താണ് n2, ഇതിന്റെ അകത്ത് എടുത്തത് എന്താണ് n3, അങ്ങനെ പോയിട്ട് എന്താണ് നമുക്കറിയാൻ പറ്റും സമ്മേഷൻ i ഈക്വൽ ടു 1 to n അല്ല വരിക 1 to k ni എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും n ആയിരിക്കും. കാരണം എന്താ വിയുടെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആയതുകൊണ്ട് n ആണ്. വിയുടെ ബേസിസിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? n എലമെന്റ്സ് ഉണ്ടാവും. ഇനി ബിയുടെ ബേസിസിലേക്ക് എവിടുന്നാ വരുന്നത്? β1 β2 അങ്ങനെയുള്ള ആൾക്കാരെ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? ബീറ്റ ആവുന്നത്. അങ്ങനെയാവുമ്പോൾ എന്ത് വരും? ഇവരുടെ നമ്പർ ടോട്ടൽ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. ഇനി അതേപോലെ തന്നെ എന്താണ് മൾട്ടിപ്ലിസിറ്റി, ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള ഈഗൺ വാല്യൂസിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? അതിന്റെ സം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് കിട്ടുക? n തന്നെയാണ് കിട്ടുക. കാരണം നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? n ആണ് വരിക. കാരണം ഇത് n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പൊ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും? n ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതേപോലെ തന്നെ എന്ത് പറയാൻ പറ്റും? i ഈക്വൽ ടു 1 to k mi ഈക്വൽ ടു എന്താണ്? n ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ടി എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്തൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്തൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ആര്? ടി എന്ന് പറയുന്നത്. ഇനി അവിടെയുള്ള ഒരു ഈഗൺ വാല്യൂ ആണ് ആര്? ലാംഡ എന്ന് പറയുന്നത്. ഈഗൺ വാല്യൂ ആണ് ലാംഡ എങ്കിൽ ഈ ഈഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയുള്ള ഈഗൺ വെക്ടേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഈഗൺ സ്പേസ് ആണ് ഇ ലാംഡ എങ്കിൽ എന്താണ് ഡയമെൻഷൻ ഓഫ് ഇ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതിന്റെ ഉള്ളിൽ വരും? 1 less than or equal to ഡയമെൻഷൻ ഓഫ് ഇ ലാംഡ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? m. അതിന്റെ ആൾജിബ്രായിക് m ഈ ലാംഡയുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ അതിനും കുറവായിരിക്കും, അതിന് ഈക്വലോ കുറവോ ആയിരിക്കും എന്ത്? ഈ അതിന്റെ ഡയമെൻഷൻ, ഈഗൻ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തിയറം m di ആണ് എന്ത്? di ആണ് ഡയമെൻഷൻ ഓഫ് എന്ത്? ഈഗൻ സ്പേസ്. di is always less than or equal to എന്താണെന്ന് പറയാൻ പറ്റും? mi എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് 1 ഇത് 2, ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ i ഈക്വൽ ടു 1 to k ni എന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണ്? n ആണ്. ഓക്കെ, n. ഇനി എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പൊ ഇതിന്റെ സമ്മേഷൻ എടുക്കുമ്പോൾ എന്ത് വരും? ഓരോ വാല്യൂ, ഈച്ച് ആൻഡ് എവറി വാല്യൂ എന്താണ്? ni-നേക്കാൾ കൂടുതലാണ് എന്ത്? ഡയമെൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? സമ്മേഷൻ i ഈക്വൽ ടു 1 to k di എന്ന് കിട്ടും. അതുപോലെ എന്താണ്? di-യേക്കാൾ കൂടുതലാണ് ആര്? mi. അപ്പൊ എന്ത് വരും? ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സമ്മേഷൻ i ഈക്വൽ ടു 1 to k. ഓരോ വാല്യൂ ഓരോ di-നേക്കാൾ കൂടുതലാണ് എന്ത്? mi എന്ന് പറയുന്നത്. അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും mi കിട്ടും. പക്ഷെ miയുടെ ടോട്ടൽ സം എന്തായിരിക്കും? n ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും എന്താണ്? ഈഗൻ സ്പേസിന്റെ ഡയമെൻഷനും ഓരോന്നിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും അതിന്റെ ഈഗൻ സ്പേസിന്റെ ഡയമെൻഷനും എന്താണ്? ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് കിട്ടും? സമ്മേഷൻ i ഈക്വൽ ടു 1 to n di മൈനസ് അല്ലെങ്കിൽ എന്താണ്? mi മൈനസ് di എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 to k. mi മൈനസ് di ഈക്വൽ ടു എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താണ്? ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? n ആണ്. ഇവിടെ എന്താണ്? n ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? ഇത് രണ്ടും എന്തായിരിക്കണം? ഈ സം രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആണ്. ഇനി ഈ രണ്ട് സമ്മും ഈക്വൽ ആണെങ്കിൽ എന്ത് വരും? സം രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? സമ്മേഷൻ i ഈക്വൽ ടു 1 to n di is equal to summation i equal to 1 to k. n അല്ല k mi. എന്താണ്? ഈഗൻ സ്പേസിന്റെ ഡയമെൻഷന്റെ സം ആർക്ക് ഈക്വൽ ആണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയുടെ സമ്മിന് ഈക്വൽ ആണ്. ഓരോന്നും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി എന്താണ്? ഇത് ഇതിൽ കൂടുതലാണെന്ന് പറഞ്ഞത് ഓരോ വാല്യൂ എന്താണ്? ഓരോ വാല്യൂവും miയുടെ വാല്യൂ di-നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് കിട്ടും? ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിഫറൻസിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം രണ്ടും എന്താണ്? ഈക്വൽ ആണ്.
ഈക്വൽ ആണ്, ഇതിന്റെ സമ്മ ഈക്വൽ ആണെന്ന് കിട്ടി. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാം. എന്താണ് ആ സ്റ്റെപ്പ് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്യും, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n mi മൈനസ് സമ്മേഷൻ എന്നല്ല k 1 to k di ഈക്വൽ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും, രണ്ട് ഈക്വൽ ആയതുകൊണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k mi മൈനസ് di എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വരും. രണ്ടിന്റെയും സമ്മേഷൻ നമ്പർ ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ എന്ത് വരും, ഈക്വൽ ടു 0 എന്ന്. ഇനി നമുക്കൊരു കാര്യം അറിയാം, mi മൈനസ് di is always greater than 0 ആണ്. mi മൈനസ് di since mi minus di is always strictly greater than or equal to 0 ആണ്. കാരണം എന്താ, mi യുടെ വാല്യൂ എന്ന് പറഞ്ഞാല് ഡയമെൻഷനേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് വരും, അതിനകത്ത് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ ഇത് എന്തായിരിക്കും, പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവും സീറോവും ആയ വാല്യൂസ് സം ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്നുണ്ട്. അതിന്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പൊ എന്ത് കിട്ടും, mi is equal to di എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ആണ്. ഇനി അതിന്റെ കൂടെ എന്താണ്, അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയ ഈഗൻ വാല്യൂസ് ആണ് λ1 λ2 എക്സെട്ര λk എങ്കിൽ ആ ലീനിയർ ഓപ്പറേറ്റർ എന്താണ്, ഡയഗണലൈസബിൾ ആണെങ്കിൽ എന്തായിരിക്കും, ഓരോ ഈഗൻ വാല്യൂസിന്റെയും ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആയിരിക്കും, അതിന്റെ ഈഗൻ സ്പേസിന്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് പ്രൂവ് ചെയ്യണം. തിരിച്ചിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഓരോ ഈഗൻ വാല്യൂസിന്റെയും ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും അതുപോലെ എന്താണ് ഈഗൻ സ്പേസിന്റെ ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ ടി എന്താണ്, ഡയഗണലൈസബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എന്താണ് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ്, കോൺവേഴ്സ് ആയിട്ടുള്ള അസംഷൻ എന്താണ്, നമ്മൾ തിരിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് mi ഈക്വൽ ടു di ഫോർ ഓൾ i. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു, ഓരോ ഈഗൻ വാല്യൂസിന്റെയും ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസിന്റെ ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ എന്താണ്, ടി എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇനി ടി ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, ടി ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ടിക്ക് എന്തുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി, ഒരു ബേസിസ് ഉണ്ട്, അത് ഈഗൻ വെക്ടേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്തെടുക്കുന്നു, ഫോർ ഈച്ച് ഐ ബീറ്റ ഐ എന്നാണ് എന്താ, ബീറ്റ ഇ ഈസ് ദി ഓർഡേർഡ് ബേസിസ് ഫോർ ഇ ലാംഡ ഐ. അപ്പൊ എന്ത് ചെയ്യാണ്, ഓരോ ഈഗൻ സ്പേസിന്റെയും എന്തുണ്ടാവും, ബേസിസ് ഉണ്ടാവും. ആ ഓരോ ഈഗൻ സ്പേസിന്റെയും ബേസിസിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു, ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി എന്തെടുക്കുന്നു, ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ1 യൂണിയൻ ബീറ്റ2 യൂണിയൻ, ഇവരുടെ യൂണിയൻ ആയിട്ട് ആരെ എടുക്കുന്നു, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു, എക്സെട്ര യൂണിയൻ ബീറ്റ കെ. ഇനി ഈ സെറ്റിൽ ആര് മാത്രമേ ഉള്ളൂ, ഈഗൻ വെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്, ഇത് വിയുടെ ഒരു ബേസിസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, ടി ഡയഗണലൈസബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബീറ്റ1 യൂണിയൻ ബീറ്റ2 യൂണിയൻ എക്സെട്ര ബീറ്റ കെ. ഇനി ബീറ്റ1 എന്താണ്, ബീറ്റ1 എന്ന് പറഞ്ഞാൽ ഈ λ1ന്റെ ബേസിസ് ആണ്. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ എന്താണ്, ഇതും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ഇതും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ആയിട്ടുള്ള തിയറം പറയുന്നത് ഇങ്ങനെയാണ്. തിയറം എങ്ങനെയാ പറയുന്നത്, ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ടി എങ്കിൽ അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂസ് ആണ് λ1 λ2 എക്സെട്ര λk എങ്കിൽ അതിന്റെ S1 S2 എക്സെട്ര xk എന്ന് പറയുന്നത് ഈ λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസുകൾ ഉണ്ട്. ഈ λ1 ഈ λ2 ഈ λ2 എക്സെട്ര ഈ λk എന്ന് പറയുന്ന ഈഗൻ സ്പേസുകളാണ്. ഇവർക്ക് കറസ്പോണ്ടിങ് ആയ ഈഗൻ സ്പേസുകളാണ് ഇവർ. ഇനി ഇവരുടെ ഈഗൻ സ്പേസിന്റെ ഓരോ ഈഗൻ സ്പേസിന്റെയും ഫൈനൈറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ആണ് ആര്, S1 S2 എക്സെട്ര xk എങ്കിൽ
അവരുടെ യൂണിയൻ ആയ S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര യൂണിയൻ XK, ഇവരുടെ യൂണിയൻ ആയ S എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും അതേപോലെ തന്നെ സംഭവിക്കുക. B1 B2 എക്സെട്ര BK എന്ന് പറയുന്നത് ഈ ലാംഡ എന്ന് പറയുന്നതിന്റെ ബേസിസ് ആണ്. അപ്പൊ ഇവരൊക്കെ എന്താണ്? ഫൈനൈറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ എന്ത് കിട്ടും? ബീറ്റ ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ബീറ്റ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ബീറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ്. അത് കൂടാതെ ഫർദർ മോർ എന്താണ്? സമ്മേഷൻ I ഈക്വൽ ടു 1 to T DI is equal to സമ്മേഷൻ DI ഈക്വൽ ടു MI ആണ്. അപ്പൊ എന്ത് വരും? 1 to K MI. MIയുടെ സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? MIയുടെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയുടെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? N ആയിരിക്കും. കാരണം അതെന്താണ്? ഡിഗ്രി ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ ഇതെന്ത് കിട്ടും? N കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് വരും? B1ലുള്ള എലമെന്റ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? D1 ആണ്. B2ലുള്ള എലമെന്റ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? D2 ആണ്. BKയിലുള്ള എലമെന്റ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? DK ആണ്. അപ്പൊ അവരുടെ സം D1 plus D2 plus etc DK is equal to M1 plus M2 plus etc MK is equal to എന്താണ്? N ആണ്. അപ്പം ബീറ്റയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ബീറ്റ contains N elements. N elements അല്ലെങ്കിൽ N vectors ആണ്. അപ്പൊ എന്ത് കിട്ടി? B2 ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ സെറ്റും ആണ്. അതിന്റെ കൂടെ അതിൽ എത്ര എലമെന്റ്സും ഉണ്ട്? N എലമെന്റ്സും ഉണ്ട്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു വെക്ടർ സ്പേസ് V എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ഉണ്ടെങ്കിൽ ആ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ N ആണെങ്കിൽ അതിന്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സബ്സെറ്റിലും N എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ ഒരു ബേസിസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ആരുടെ ബേസിസ് ആവും? വിയുടെ ബേസിസ് ആവും. ബീറ്റ എന്ന് പറയുന്നത് വിയുടെ ബേസിസും ആണ്. ബീറ്റയിൽ ആരുമാണുള്ളത്? ഈഗൺ വെക്ടേഴ്സും ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന് ഒരു ഈഗൺ വെക്ടേഴ്സ്, അതായത് ടിയുടെ ഈഗൺ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബേസിസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ടി ഈസ് ഡയഗണലൈസബിൾ. ടി എന്താണ്? ഡയഗണലൈസബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, തിരിച്ചുള്ള ഭാഗം നമ്മൾ പ്രൂവ് ചെയ്യാം. ബി പാർട്ടാണ്. ഇഫ് ടി ഈസ് ഡയഗണലൈസബിൾ, ടി ഡയഗണലൈസബിൾ ആണ് ആൻഡ് ബി ഐ ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ഫോർ ഇ ലാംഡ ഐ. ബി ഐ ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ഫോർ ഇ ലാംഡ ഐ ഫോർ ഈച്ച് ഐ. Then B is equal to B1 union B2 union etc. Bk is an ordered basis for V consisting of eigenvectors of T എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? T ഒരു ഡയഗണലൈസബിൾ ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ടി ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇനി എന്താണ്? ഒരു ഈഗൺ സ്പേസിന്റെയും ബേസിസ് ആണ് ആര്? ബീറ്റ ഐ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? വിയുടെ ഒരു ബേസിസ് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി എവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു? ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ടെക്സ്റ്റിൽ ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതിന്റെ പ്രൂഫ് ഉള്ളത്. പക്ഷെ നമ്മൾ അഥവാ ഇത് വേറെ വേറെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ അസംഷൻ എന്താണ്? അസംഷൻ എന്താണ് വരിക? Suppose that T is diagonalizable. T എന്താണ്? Diagonalizable ആണ്. T is diagonalizable. T diagonalizable ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേറ്റ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ്? Mi is equal to Di ആണ്. For all I ആണ്. എല്ലാ ഐകൾക്കും എന്താണ്? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗൻ സ്പേസിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതെന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? വിയുടെ ഒരു ബേസിസ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്തെടുക്കുന്നു? ബീറ്റ ഇസ് ഈക്വൽ ടു B1 യൂണിയൻ B2 യൂണിയൻ എക്സെട്ര യൂണിയൻ BK എന്നാണ് ബീറ്റ എടുത്തിരിക്കുന്നത്. ഇനി ബീറ്റ ഇതിന്റെ ബേസിസ് ആണെന്ന് പറയുകയാണെങ്കിൽ ബീറ്റ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് ബീറ്റയില് N എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഇനി ബീറ്റ എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം എന്താ? നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചൊരു തിയർ ഉണ്ട്. ആ തിയർ എന്താ പറയുന്നത്? ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ആ ടിയുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയ ഈഗൻ വാല്യൂസ് ആണ് ആര്? λ1 λ2 എക്സെട്ര λk എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയുള്ള ഈഗൻ ബേസിസ് ആണ് ആര്? ഈഗൻ സ്പേസ് ആണ് ആര്? ഈ λ1 ഈ λ2 എക്സെട്ര ഈ λk എങ്കിൽ എന്താണ്? ഇതിന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സബ്സെറ്റ് ആണ് S1 S2 എക്സെട്ര Xk എങ്കിൽ ഇവരുടെ യൂണിയൻ എന്താണ്? S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര Xk എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി
ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് വരും, β1 എന്ന് പറയുന്നത് E λ1ന്റെ എന്താണ് ബേസിസ് ആണ്. അപ്പൊ ഇതെന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. β2 എന്താണ് E λ2ന്റെ ബേസിസ് ആണ്. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇതും എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ആണ്. അപ്പൊ ഇവരുടെ യൂണിയൻ എന്താണ് ആ തിയറം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ യൂണിയൻ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, β is ലീനിയർലി ഇൻഡിപെൻഡന്റ്. β എന്ന് പറഞ്ഞാൽ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. β is ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇനി നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ സം എന്താണ്, സമ്മേഷൻ i ഈക്വൽ ടു 1 to k di is equal to summation i equal to 1 to k mi is equal to എന്താണ് എന്നാണ്. കാരണം mi കളുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയുടെ സം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ കിട്ടുക, എന്നാണ് കിട്ടുക, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി ആണ് എന്നെ കിട്ടും. അപ്പൊ ഈ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്നാണ്. ഇപ്പൊ എന്ത് വരും, di എന്ന് പറഞ്ഞാൽ എന്താണ്, di കളുടെ സം എന്ന് പറഞ്ഞാൽ എന്താ, di എന്ന് പറഞ്ഞാൽ β1ലുള്ള എലമെന്റ്സിന്റെ നമ്പർ ആണ് ആര്, d1, β2. കാരണം അത് ബേസിസ് ആണ്. അപ്പൊ d1 എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് E λ1. അപ്പൊ d1ലുള്ള എലമെന്റ് ആണ് എന്ത്, ഡയമെൻഷൻ ഓഫ് E λ1. അപ്പൊ d1 + d2 + എക്സെട്രാ d എന്ന് പറഞ്ഞാല് n ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഡീറ്റെയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, n എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽ എന്തായി, ബീറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ആണ്. അതുപോലെ എന്താണ് ആരുടെ, ബിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ആണ് ആര്, ബീറ്റ എന്ന് പറയുന്നത്. അതിൽ n എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ബിയുടെ ബേസിസ് ആയി. അപ്പൊ നമ്മളുടെ പ്രൂഫാണ് എന്താണ്, ഇത് ബിയുടെ ബേസിസ് ആണ്. അതിൽ ആരെയും ഈഗൻ വെക്ടേഴ്സ് ആണുള്ളത്, എന്തായി ബി പാർട്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രൂഫ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടിന്റെ പ്രൂഫ് ഇതിന്റെ കോൺവേഴ്സ് പാർട്ടിൽ കണക്ട് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വേറെ തന്നെ ഈ ഭാഗം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യുന്നത്.